ഡിങ്കോൾഫി സുഡാൽഫിക്കേഷൻ മാർത്തോമാ പാതിരിയെ വിടർത്തി. സംഗതി നാറ്റക്കേസാണെങ്കിലും മാർത്തോമാ സഭയിലെ ആഭാസ ശ്രേഷ്ഠന്മാരായ വൈദികരെ വലിയ മെത്രാപ്പോലിത്ത യാതൊരു ദാക്ഷിണ്യവും കാണിക്കാതെ തച്ചിനിരുന്ന് വിടർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒന്നു വീതം 3 നേരം എന്ന് പറയുന്നത് പോലെയാണിപ്പോൾ വിടർത്തൽ പുരോഗമിക്കുന്നത്. സമീപകാലത്ത് വിടർത്തി അടർത്തിയ പാതിരിപ്പണിക്കാരെ നിങ്ങൾ മറക്കുവാൻ ഇടയില്ല. എന്നാ വിഷ്വൽ പ്ലീസ്. സാധു കൊച്ചുകുഞ്ഞുദ്ദേശി മധുരതരമായ ആശ്വാസഗീതങ്ങൾ എഴുതി സഭയുടെ യശസ് ഉയർത്തിയപ്പോൾ സജി തോമസ് കൈതക്കുഴി മുട്ടൻ തെറിപ്പാട്ടിലൂടെ സഭയെ വേറൊരു തലത്തിലെത്തിച്ചു. ഫോൺ എടുക്കാതെ എന്താണ് അമ്മയെ കൊണ്ട് നിന്റെ അപ്പനെ കൊണ്ട് നീ ഉണ്ടാക്കിച്ചല്ലേ? നീ ഫോൺ എടുക്കണം. പാവപ്പെട്ട പെണ്ണുങ്ങളെ കൊണ്ടുപോയി പോനെ പോണ ഞാൻ ആരാന്ന് വിചാരിച്ചടാ പോനെ നീ ആരാടാ കളിച്ച? സുന്ദരികളായ സ്ത്രീകളെ കാണുമ്പോൾ ഉമ്മ ചോദിക്കുന്ന റോയ് തോമസ് എന്ന ഉമ്മച്ചൻ. അന്യന്റെ ഭാര്യയെ മോഹിക്കരുത്, കിട്ടിയാൽ നൈസായി ഉമ്മ വെക്കാമെന്ന് കുഞ്ഞാടുകളെ പഠിപ്പിച്ച ചെങ്കുളം ഇമ്മാനുവൽ പള്ളിയിലെ അതീവ റവറൻ കിസപ്പൻ വിനോദ് നൈനാൻ. ഭാര്യയെയും മകനെയും പാഴ്സനേജിൽ കളഞ്ഞ് ഇടവക സേവികാ സംഘം സെക്രട്ടറിയും അന്യന്റെ ഭാര്യയുമായി യുവതിയുമായി ബോംബെയിലേക്ക് ഒളിച്ചോടി കുപ്പായം ഓടിയ വഴിയിൽ ചാണാക്കുഴിയിൽ ഊരിക്കളഞ്ഞ റവറൻ ജോയ് വി ജേക്കബ്. അമ്മാമ്മമാരെ പിടിച്ച് മടിയിലിരുത്തി പ്രാർത്ഥിപ്പിക്കുന്ന അടുത്ത മെത്രാനാകാൻ മുട്ടി നിൽക്കുന്ന അതിറവറൻ സുബി മേടയിൽ. കള്ളടിച്ചാലും കഞ്ചാവ് വലിച്ചില്ലെങ്കിൽ കൈവിറയ്ക്കുന്ന മഹാറവറൻ ജോൺ ഈശോ. എന്റെ ദൈവമേ, ഈ പുല്ലന് വിട്ടിരിക്കുന്ന പേര് ഈശോ. തീർന്നില്ല. അശ്ലീല വീഡിയോകൾ ഇടവക ജനങ്ങൾക്ക് അയച്ചു കൊടുത്ത വെരി റവറൻ തോമസ് മാത്യു കോഴഞ്ചേരി. കുവൈറ്റിൽ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയ എക്സ്ട്രാ റവറൻ ബൈജു സാമുവൽ. അങ്ങനെ മെത്രാപ്പൊലിത്ത ഇരുന്ന് വിടർത്തി അടർത്തിയ പാതിരികൾ നിരവധിയാണ്. ഇതിൽ സജി തോമസ് കൈതക്കുഴിയോട് മാത്രമാണ് മാർത്തോമാ മെത്രാപ്പൊലിത്ത പക്ഷഭേദം കാണിച്ചത്. അല്പം തെറിയഭിഷേകം നടത്തുകയും ചെറിയൊരു ബലാത്സംഗം നടത്തി എന്ന കുറ്റത്തിന് കാക്കനാട് ജയിലിൽ കുറെ നാൾ റിമാൻഡിൽ കിടന്നു എന്ന ചിന്നക്കാര്യം പറഞ്ഞാണ് ആ പാവത്തിനെ കുപ്പായം പൂരിപ്പിച്ചത്. ബാക്കിയുള്ള റവറന്മാർ വീണ്ടും പഴയപടി കുർബാനകളി തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് മെത്രാൻ വിടർത്തും എന്ന് പറഞ്ഞാൽ പാതിരിമാരുടെ മുഖഭാവം ഏതാണ്ട് ഇതുപോലെയാണ്. ഇനി ഇക്കഴിഞ്ഞ 9-ാം തീയതി വിടർത്തിയ റവറൻ മാത്യു ജേക്കബ് എന്ന ബെന്നി പാതിരിയെ എന്തിനാണ് വിടർത്തിയത് എന്ന് നമുക്ക് നോക്കാം. അദ്ദേഹം ചോലക്കൊമ്പ് സെയിന്റ് ജോൺസ് മാർത്തോമാ പള്ളിയിലെ ന്യായമായ വികാരമുള്ള വികാരിയായിരുന്നു. ചെങ്ങന്നൂർ മംഗലം സ്വദേശിയാണ്. ഇദ്ദേഹം സഭയിൽ വളരെ പ്രസിദ്ധനാണ്. കാരണം ഭാര്യയെ ഹെപ്പറ്റൈറ്റിസ് ബി എന്ന കാരണം പറഞ്ഞ് ഡിവോഴ്സ് ചെയ്തു. രക്തസ്രാവക്കാരിയെയും കുഷ്ഠരോഗിയെയും പക്ഷപാത രോഗികളെയും ചേർത്ത് നിർത്തിയ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് വാദോരാതെ പ്രസംഗിക്കുന്ന ഈ പൊന്നുമോനാണ് ആ പാവം സ്ത്രീയെ രോഗത്തിന്റെ പേരിൽ ഡിവോഴ്സ് ചെയ്തത്. പിന്നെ അതിലും സമ്പന്നയായ ഒറ്റമകളായ UK ഉള്ളൊരു ഡോക്ടറെ രണ്ടാമത് വിവാഹം കഴിച്ചു. PGക്ക് പഠിച്ചുകൊണ്ടിരുന്ന ആ യുവതിയും പാതിരിയുടെ ആദ്യ വിവാഹം ഡിവോഴ്സ് ആയതിന്റെ 3-ാം വാർഷിക ദിനത്തിൽ മരിച്ചു. മരണവീട്ടിൽ ആ യുവതിയുടെ ഇൻഷുറൻസ് തുകയുടെ പേരിൽ ഈ പാതിരി കടന്ന് ബഹളം വെച്ചതായി അടുത്ത ബന്ധുക്കൾ i2 ന്യൂസിനോട് പറഞ്ഞു. ഇപ്പോൾ പാതിരിയെ വിടർത്താനാസ്പദമായ സംഭവം എന്താണെന്ന് വെച്ചാൽ അടുത്ത ഇരപിടുത്തത്തിന്റെ ഭാഗമായി ആ ശ്രമത്തിനിടയിൽ ചില പാളിച്ചകൾ ഉണ്ടായി. പാതിരി പിടിക്കപ്പെട്ടു. ഓർത്തഡോക്സുകാരിയും ചെന്നൈയിലെ ഒരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അധ്യാപകനുമായ ഒരു യുവാവിന്റെ ഭാര്യയുമായി കറങ്ങിയതിന്റെ ഫോട്ടോ, അടൂരിലെ ഒരു പ്രമുഖ ഹോട്ടലിലേക്ക് കയറിപ്പോകുന്ന ഫോട്ടോ ഇടവക്കാർ അങ്ങ് വൈറലാക്കി. ഒടുവിൽ പരാതി മെത്രാന്റെ അടുത്തുമെത്തി. മെത്രാൻ നോക്കിയപ്പോഴും പാതിരി പല ദിവസങ്ങളിലും അദ്ദേഹത്തെ അറിയിക്കുക പോലും ചെയ്യാതെ പല സ്ഥലങ്ങളിൽ പാതിരി കറങ്ങിയതായും മനസ്സിലായി. തെളിവുകൾ അവർക്ക് ലഭ്യമായി. പാതിരിയെ ക്വസ്റ്റ്യൻ ചെയ്തു. ഒടുവിൽ പാതിരിക്ക് ഉത്തരം മുട്ടി. അടുത്ത ദിവസം തന്നെ പാതിരിയെ വിടർത്തിയതായി കാണിച്ച് മെത്രാപ്പൊലിത്ത കൽപ്പനയും ഇറക്കി. വിടർത്ത് കൽപ്പന വായിക്കുമ്പോഴും രണ്ട് സൈഡിലും മെഴുകുതിരിയൊക്കെ കത്തിച്ചു പിടിച്ച് കൈയൊക്കെ കൂപ്പി നിന്നാണ് വിടർത്ത് കൽപ്പന ഞങ്ങൾ കുഞ്ഞാടുകളിൽ നിന്ന് കേൾക്കുന്നത്. ആ കൽപ്പന കേട്ടാലും നമ്മുടെ ചേലക്കൊമ്പ് സെയിന്റ് ജോൺസ് മാർത്തോമാ ഇടവകക്കാർക്ക് വാഴ്വ്. ആ ഇടവകയുടെ വികാരിയായിരിക്കുന്ന റവറൻ മാത്യു ജേക്കബ് ബെന്നി അച്ഛനെ മെത്രാപ്പൊലിത്ത തിരുമേനിയുടെ ഓഗസ്റ്റ് മാസം 9-ാം തീയതിയിലെ 380/2024/2024-2025 കൽപ്പന പ്രകാരം 2024 ഓഗസ്റ്റ് മാസം 11-ാം തീയതി മുതൽ ഇടവകയുടെ ചുമതലയിൽ നിന്നും വിടർത്തിയിരിക്കുന്നു. ഒരാഴ്ചയ്ക്കകം അച്ഛൻ പാഴ്സനേജിൽ നിന്നും താമസം മാറി സുഭവനത്തിലേക്ക് പോകുന്നതാണ്. 2024 ഓഗസ്റ്റ് മാസം 11-ാം തീയതി മുതൽ ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ ദിവ്യശ്രീ ഡോക്ടർ കോശി പി വർഗീസ് കശീശ ഇടവക വികാരിയുടെ ചുമതലകൾ നിർവഹിക്കുന്നതാണ്.
കർത്താവേശുമിശിഹായുടെ കൃപ നിങ്ങളോട് എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. കർത്തൃ ശുശ്രൂഷയിൽ മാങ്ങാനം അരമനയിൽ നിന്നും ഓഗസ്റ്റ് മാസം 9-ാം തീയതി തോമസ് മാർ തീമോത്തിയോസ് എപ്പിസ്കോപ്പ. അങ്ങനെ കഴിഞ്ഞ ദിവസം പാതിരി തൻ്റെ കുണ്ടാമണ്ടികളും എടുത്ത് വീട്ടിൽ പോയി യാത്രയയക്കാൻ അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളായ 5 ഇടവക്കാരാണ് ഉണ്ടായിരുന്നത്. സഭയുടെ ഗ്രൂപ്പിൽ ഈ വിവരം പോസ്റ്റിട്ട സഭയിലെ ഒരു മുതിർന്ന അംഗത്തിനെതിരെ പാതിരിയും പാതിരിയോടൊപ്പം ഹോട്ടലിൽ പോയ യുവതിയും പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവിക്ക് ഒരു പരാതി കൊടുത്തു. സഭയുടെ ഗ്രൂപ്പിൽ വന്ന ഫോട്ടോയിൽ പെൺകുട്ടിയുടെ പിൻഭാഗം അല്പം മാത്രമാണ് കാണുവാൻ സാധിക്കുമായിരുന്നത്. അതെന്റെ പിൻഭാഗമാണ് എന്ന് പറഞ്ഞാണ് യുവതി കേസ് കൊടുത്തത്. പക്ഷേ പോലീസുകാർ പെൺകുട്ടിയെയും പാതിരിയെയും കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി തിരിച്ചയച്ചു. ഇടവകയിൽ നിന്ന് വിടർത്തിയെങ്കിലും ഈ മുഖഭാവത്തോടെ പാതിരി ഇപ്പോൾ വീട്ടിലിരിപ്പുണ്ട്. ഞങ്ങൾ ഈ വിവരം പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുവാൻ കാരണം നമ്മുടെ രാജ്യത്ത് പ്രായപൂർത്തിയായ ആർക്കും ഒരു സ്ത്രീക്കും പുരുഷനും ആരോടൊപ്പവും ജീവിക്കുവാനും ഇടപഴകുവാനും അവകാശമുണ്ട്. ദൈവം കൂട്ടിച്ചേർത്തതിനെ മനുഷ്യൻ വേർപിരിക്കരുത് എന്ന് പഠിപ്പിക്കുന്ന, രോഗികളെ ചേർത്ത് നിർത്തണം എന്ന് പറയുന്ന, വ്യഭിചാരം പാപമാണെന്ന് പഠിപ്പിക്കുന്ന പാതിരിപ്പാമ്പുകൾ തന്നെ ഈ പണികൾ ചെയ്യുന്നത് കാണുമ്പോൾ നിങ്ങൾ പറ, ഇത് ആവശ്യമല്ലേ? ഇതിന്റെ കേട് തീർക്കുവാൻ മെത്രാൻ ഒരു മുട്ടൻ പള്ളി, നല്ല വരുമാനമുള്ള പള്ളി പാതിരിക്ക് ഉടൻ നൽകുന്നതാണ്. അതാണ് ഞങ്ങളുടെ സഭയുടെ കീഴ്വഴക്കം. കാരണം മനസ്സു നുറങ്ങി വിലപിക്കുന്നവരോട് കരുണ കാണിക്കുന്നവനാണ് നമ്മുടെ ദൈവം. ഇതുപോലെ ആവശ്യത്തിന് വേണ്ട സമയത്തെടുത്ത് കീച്ചുവാൻ നല്ല കിണ്ണം കാച്ചിയ വചനങ്ങൾ ഉള്ളിടത്തോളം കാലം ഞങ്ങൾ തോൽക്കില്ല മക്കളെ, ഞങ്ങൾ തോൽക്കില്ല. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.